ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യങ്ങളുടെ കൃപയാൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ പാദപടങ്ങളിൽ കടന്നു വരുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരികയാണ് എബ്രായലേഖനം 11-ാം അധ്യായം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്ന 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ആ അധ്യായം നമ്മൾ പഠിച്ചത്. വിശ്വാസത്തെക്കുറിച്ചാണ്. എന്താണ് വിശ്വാസം, എന്താണ് അതിൻ്റെ നിർവചനം, എന്താണ് വിശ്വാസം കൊണ്ട് സാധിക്കുന്നത്, എപ്രകാരമുള്ള വിശ്വാസമുണ്ട്, എങ്ങനെയാണ് വിശ്വാസം വെളിപ്പെടുന്നത്, ഇങ്ങനെയുള്ള ആ കാര്യങ്ങൾ കൃപയാൽ നമുക്ക് ചിന്തിക്കുവാനായിട്ടിടയായിത്തീർന്നു. ഇന്ന് രാത്രിയിൽ ആ 11-ാം അധ്യായത്തിൻ്റെ 2ാമത്തെ പോർഷനിലേക്ക്, 2ാമത്തെ ഡിവിഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ് നമ്മൾ നോട്ട് ചെയ്തു. 11-ാം അധ്യായത്തെ 3 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ 1ാമത്തെ ഭാഗമെന്ന് പറയുന്നത് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫെയ്ത്ത്. 2ാമത്തെ ഭാഗമെന്ന് പറയുന്നത് ദ ഗ്രേറ്റ് എക്സാമ്പിൾസ് ഓഫ് ഫെയ്ത്ത്. ഇന്ന് രാത്രി മുതൽ നമ്മൾ ആ വിഷയത്തിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദ ഗ്രേറ്റ് എക്സാമ്പിൾസ് ഓഫ് ഫെയ്ത്ത്. ഇന്ന് രാത്രിയിലത്തെ വിഷയത്തിന് വേണ്ടി അതിൻ്റെ 4ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട്. എബ്രായലേഖനം 11-ാം അധ്യായത്തിൻ്റെ 4ാമത്തെ വാക്യം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാൻ കർത്താവ് ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മളിവിടെ നമുക്കൊത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഒരു ഭാഗത്തിലാണ് ഇന്ന് രാത്രി നമ്മൾ നിൽക്കുവാൻ പോകുന്നത്. ഇവിടെ വിശ്വാസ വീരന്മാരുടെ പട്ടിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് പേര് പറയുന്ന വ്യക്തി, ആദ്യത്തെ ആളിനെ നമ്മൾ കാണുന്നത് ഹാബേലാണ്. എന്തുമായിട്ടുള്ള റിലേഷനിലാണ് ഇവിടെ വിശ്വാസം വെളിപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്ന ഭാഗ്യപ്രകാരമാണ് വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയ്യിൻ്റെതിലും ഉത്തമമായി യാഗം കഴിച്ചു. അപ്പോൾ യാഗവുമായിരിക്കുന്ന ബന്ധത്തിലാണ് ഇവിടെ ഹാബേലിൻ്റെ വിശ്വാസത്തെ വെളിപ്പെടുത്തുന്നത്. നോട്ട് ചെയ്താട്ട് ഫെയ്ത്ത് ഇൻ റിഗാർഡ്സ് വിത്ത് വർഷിപ്പ്. ആരാധനയുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വാസത്തിൻ്റെ സ്ഥാനം. ഇന്ന് രാത്രി നമ്മൾ ആ ഭാഗത്ത് നിന്നുകൊണ്ടായിരിക്കും ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഫെയ്ത്ത് ഇൻ റിഗാർഡ്സ് വിത്ത് വർഷിപ്പ്. ആരാധനയുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വാസത്തിൻ്റെ സ്ഥാനം. നിങ്ങൾക്കറിയാം, ഇവിടെ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആദ്യ മനുഷ്യൻ പാപം ചെയ്തു. പാപം കൊണ്ട് ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് വെളിയിലേക്കാക്കി. അവർ വെളിയിൽ കടന്നു വന്ന ആ സ്ഥാനത്ത് നിന്ന് അവർക്ക് തുടർന്ന് ജനിച്ചു മാറിയ 2 മക്കൾ, 1 കയീൻ, 2 ഹാബേൽ. നിങ്ങൾ ഈ പ്രത്യേകമായിരിക്കുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 4-ാം അധ്യായത്തിലേക്കൊന്ന് കടന്നു വന്നാട്ട്. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. ജെനസിസ് ചാപ്റ്റർ 4 വേഴ്സ് നമ്പർ 1. അവിടെ നമ്മൾ കാണുന്നത് 1ാമത്തെ കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന് കയീൻ എന്ന് പേരിട്ടു. കയീൻ എന്ന് പേരിടുവാനുള്ള കാരണം തന്നെ യഹോവയാൽ എനിക്കൊരു പുരുഷ പ്രജ ലഭിച്ചു എന്നോ ഹവ്വ പറയുന്നൊരു വേർഡാണ് കാണുന്നത്. ശ്രദ്ധിക്കണം ഈ വേർഡ്. ആ ഭാഗം തന്നെ വെളിപ്പെടുത്തുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കുഞ്ഞ് ജനിക്കുവാൻ ഇടയായിത്തീർന്നത് ദൈവത്താലാണ്. 2, ഇത് യഹോവയാൽ എനിക്ക് ജനിച്ച കുഞ്ഞാണെന്ന് പറയുമ്പോൾ ദൈവം ഇസ്രായേൽ മക്കൾ എടുത്തുമായിരിക്കുന്ന കൽപ്പന പ്രകാരം എല്ലാ മൃഗത്തിൻ്റെയും എല്ലാ മനുഷ്യൻ്റെയും കടിഞ്ഞൂൽ ദൈവത്തിനുള്ളതായിരിക്കുമ്പോൾ ഈ ഹവ്വ തനിക്ക് ജനിച്ചതായിരിക്കുന്ന ആദ്യ മകനെ ദൈവത്തിനുള്ളവനാക്കി മാറ്റുകയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഞാൻ ചർച്ചിൽ ഈ മെസ്സേജ് ഞാൻ എടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നതാണ്. ഹവ്വയുടെ ഒരു കാഴ്ചപ്പാട് ഇപ്രകാരമായിരുന്നു. കയ്യനായിരിക്കും ദൈവം പിശാചിനോട് ശാപവാക്കുകൾ കൊടുത്തപ്പോൾ സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും എന്നുള്ള ആ പ്രോമിസ് നിറവേറ്റപ്പെടുന്നത് കയ്യനിൽ കൂടെ ആയിരിക്കും എന്ന് ഹവ്വ ചിന്തിച്ചു. ഹവ്വയ്ക്ക് ജനിച്ച ആദ്യ മകനാണ്. യഹോവയാൽ എനിക്ക് ലഭിച്ചുവെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് തനിക്ക് പ്രാപിച്ചതായിരിക്കുന്ന ഈ കുഞ്ഞായിരിക്കും ഈ പാമ്പിൻ്റെ തല തകർക്കുന്നതെന്ന് ഹവ്വ ചിന്തിച്ചു. അതുകൊണ്ടാണ് ഹവ്വ ഈ കുഞ്ഞിന് യഹോവയാൽ എനിക്കൊരു പുരുഷ പ്രജ ലഭിച്ചു, ഇത് ദൈവത്താൽ ലഭിക്കപ്പെട്ടതാണ്, ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ചതാണ് എന്നർത്ഥമുള്ള കയീൻ എന്ന് പേര് കൊടുക്കുവാൻ കാരണമായത്. എന്നാൽ 2ാമതൊരു മകൻ ജനിച്ചു. ആ മകൻ്റെ പേര് കൊടുത്തത് ഹാബേൽ എന്നാണ്. ഹാബേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ബ്രത്ത്, ശ്വാസം അല്ലെങ്കിൽ പഫ്. ഒരു നിഴൽ മാത്രമായിരിക്കുന്നു, ഒരു നിഴൽ മാത്രം. ഇതേ വേർഡാണ് ജോബ് ചാപ്റ്റർ 7 വേഴ്സ് നമ്പർ 16. ഇയ്യോബിന്റെ പുസ്തകം 7-ാം അധ്യായം 16-ാമത്തെ വാക്യം. എൻ്റെ ജീവകാല വിശ്വാസം, ഇതാണ് അവിടെ യൂസ് ചെയ്യുന്ന വേർഡ്.
അതിൻ്റെ എബ്രായ വേർഡ് നമ്മൾ പഠിക്കുമ്പോൾ ഒരു ശ്വാസമാണ്. ഹാബേൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വെറും ശ്വാസം, ഒരു നിഴല്, അഥവാ ഒരു ശൂന്യത, ഒരു വാനിറ്റി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ മാതാവ് കൊടുത്ത പേരിൽ കൂടെ രണ്ട് വ്യത്യസ്തമായിരിക്കുന്ന സ്വഭാവങ്ങളാണ് അമ്മ ഈ കുഞ്ഞിനെ കാണുവാനിടയായി തീർന്നത്. ഒന്നാമത്തെ മകന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുവെന്നോ ദൈവത്തിൻ്റെതായിരിക്കുന്ന പേർപ്പസ് വെളിപ്പെടുവാനിടയായി തീർന്നപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിനെ ഒരു ശൂന്യമായിട്ട്, ഒന്നുമില്ലാത്തതായിട്ടൊരു വാനിറ്റി ആയിട്ടോ അമ്മ കാണുവാനിടയായി തീരുകയാണ്. എന്നാൽ ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരും വളർന്നു വന്നു. നമ്മുടെ വിഷയത്തിൽ നിൽക്കുമ്പോൾ ഇവർ രണ്ടുപേരും ദൈവത്തിന് മുൻപാകെ യാഗം കഴിക്കുവാനായിട്ട് പോകുകയാണ്. എന്താണ് വായിച്ചിട്ടതിൻ്റെ 2-3 വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട്. 2 and 3 വേഴ്സ്, 4-ാം അധ്യായം 2-3 വാക്യം. ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നതായിരിക്കുന്ന ഒരു യാഗത്തെയാണ് നമ്മളിവിടെ പഠിക്കുവാനായിട്ട് പോകുന്നത്. റെക്കോർഡഡ്, നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 21-ാമത്തെ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യഹോവയാം ദൈവം ഏദൻ തോട്ടത്തിൽ വെച്ച് ആദമിനെ ഒരു തോല് കൊണ്ട് ആദമിനെ ഹവയെ ഉടുപ്പിച്ചു. ഒരു തോല് കൊണ്ട് ആദമിനെ ഹവയെ ഉടുപ്പിക്കണമായിരുന്നുവെങ്കിൽ അവയ്ക്ക് വേണ്ടി ഒരു മൃഗം കൊല്ലപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ അത് നമുക്ക് അത് അന്തർലീനമായിരിക്കുന്ന സത്യമായിട്ട് ഒരു യാഗം നടന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമെങ്കിലും ഇവിടെ ഇപ്പോൾ റെക്കോർഡ് ചെയ്യപ്പെട്ടതായിരിക്കുന്ന യാഗത്തെയാണ് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. രണ്ടുപേരും അന്ന് പഴയ നിയമകാലത്ത് നമ്മൾ പഠിക്കുമ്പോൾ യാഗം എന്ന് പറയുന്നത് ആരാധനയെ ചൂണ്ടിക്കാണിക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്ന വേണ്ടിയാണോ യാഗം കഴിക്കുന്നത്? ദൈവത്തിൻ്റെ അടുക്കൽ ആർക്കും നേരിട്ട് കടന്നു ചെല്ലുവാൻ സാധ്യമല്ല. പിന്നെയോ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ആരാധിക്കുവാൻ കടന്നു ചെല്ലേണ്ടി വരുമ്പോൾ അവർ ദൈവത്തിന് വേണ്ടി യാഗ വഴിപാടുമായിട്ടാണ് കടന്നു ചെല്ലുന്നത്. അപ്പോൾ ഇവിടെ കഴിക്കപ്പെടുന്ന യാഗമെന്ന് പറയുന്നത് ദൈവത്തോടുള്ള ആരാധനയാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ ഈ രണ്ടുപേരും ദൈവത്തിന് യാഗം കഴിക്കുവാനായിട്ട് പോകുകയാണ്. കയീന് ആരായിരുന്നു? ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ കയീൻ ഒരു കൃഷിക്കാരനായിരുന്നു, ഹാബേല് ഒരാട്ടിടയനായിരുന്നു. രണ്ടുപേരുടെയും ജോലിയുമായിട്ടുള്ള ബന്ധത്തിൽ, രണ്ടുപേരും ചെയ്തുകൊണ്ട് ജോലിയോട് ബന്ധത്തിൽ രണ്ട് വിഭിന്നമായിരിക്കുന്ന ജോലികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുത്തതായിരിക്കും ജോലിയുടെ അടിസ്ഥാനത്തിൽ അതിൽ നിന്നുള്ളതായിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവം അവരുടെ കരങ്ങളുടെ എഫേർട്ടിനെ അനുഗ്രഹിച്ചതിനനുസരണമായിട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് യാഗവുമായിട്ട് കടന്നു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഹാബേല് കൃഷിയിൽ നിന്ന് ചിലത് ദൈവത്തിന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ, കയീന് കൃഷിയിൽ നിന്ന് ചിലത് ദൈവത്തിന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഹാബേല് ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ചിലത് ദൈവത്തിന് വേണ്ടി കൊണ്ടുവരുവാനിടയായി തീരുക. രണ്ടുപേരും ദൈവത്തിന് മുമ്പാകെ കൊണ്ടുവന്നു. ഞങ്ങളുടെ വിഷയത്തിൽ നിൽക്കട്ടെ, രണ്ടുപേരും ദൈവത്തെ യാഗം കഴിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. എന്നാൽ ഈ രണ്ടുപേരും ദൈവത്തെ യാഗം കഴിക്കുമ്പോൾ അവരുടെ യാഗത്തിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ദൈവം ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ലേ. രണ്ടുപേർ ആദ്യമായിട്ട് ആരാധനയിൽ കടന്നുപോയെങ്കിൽ ആരാധിക്കുവാൻ കടന്നുപോയ ഒരു വ്യക്തിയുടെ ആരാധന ദൈവം പ്രസാദമായി, മറ്റേ വ്യക്തിയുടെ ആരാധന ദൈവം തള്ളിക്കളഞ്ഞു, അല്ലെങ്കിൽ ദൈവം അതിനെക്കുറിച്ച് വലിയ കാര്യം ആഗ്രഹിച്ചില്ല. എന്താണ് ഇവിടുത്തെ വിഷയം? ഈ ആരാധന, ഒരു വ്യക്തിയുടെ ആരാധന ദൈവത്തിന് പ്രസാദകരമായി തീരുവാനും മറ്റൊരു വ്യക്തിയുടെ ആരാധന ദൈവത്തിന് പ്രിയമാകാതിരിക്കുവാനുള്ള കാരണം എന്താണ്? രണ്ട് വ്യക്തികളുടേതായിരിക്കുന്ന വിഷയമാണോ? വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആരാധന ദൈവത്തിൻ്റെ ദാസൻ നമ്മൾ വായിച്ചു മാറിക്കുന്ന വാക്യത്തിലേക്ക് കടന്നു വന്നാട്ടോ. ഹീബ്രൂസ് 11:4, എബ്രായ ലേഖനം 11:4 വാക്യം. ശ്രദ്ധിക്കണം ആ വേർഡ്. രണ്ടുപേർ ഈ യാഗം കഴിക്കുവാൻ പോയെങ്കിൽ രണ്ടുപേരുടെ യാഗത്തിൽ ഒരു പ്രത്യേകത ഹാബേലിൻ്റെ യാഗത്തിൽ ഉണ്ടായിരുന്നു. അതാണോ നമ്മൾ ചിന്തിക്കുന്നത്? ഹാബേലിൻ്റെ യാഗത്തിന് പ്രത്യേകത വേദപുസ്തകം പഠിപ്പിക്കുന്നു, വിശ്വാസത്താൽ ഹാബേൽ. അപ്പോൾ ഹാബേലിൻ്റെ യാഗം കഴിക്കുന്നതിന് മുമ്പ്, ഹാബേൽ യാഗത്തിന് വേണ്ടി കടന്നു വരുന്നതിന് മുമ്പ് ഹാബേലിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. യാഗത്തിൽ ഒരു വിശ്വാസം, ആരാധനയിൽ ഒരു വിശ്വാസം. വിശ്വാസത്തോടു കൂടിയുള്ള ഒരു ആരാധനയാണോ ഹാബേൽ കഴിക്കുവാൻ വേണ്ടി? ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന വേർഡ്. ഹാബേൽ കഴിക്കുവാൻ പോയ ആരാധന എന്ന് പറയുന്നത് അതിനകത്തൊരു വിശ്വാസം ഉണ്ടായിരുന്നു.
ഇതിൽ കൂടെ എന്ത് അർത്ഥമാക്കുവാൻ സാധിക്കുന്നുണ്ട്? കയ്യൻ ദൈവത്തെ ആരാധിപ്പാൻ കടന്നു പോകുമ്പോൾ അതിനകത്ത് വിശ്വാസത്തിൻ്റെതായ യാതൊരു സ്റ്റെപ്പുമില്ലായിരുന്നു. ഒരു സാധാരണപ്പെട്ട ഒരു നാച്ചുറൽ മാനെ പോലെ, ഒരു സാധാരണപ്പെട്ട മനുഷ്യനെ പോലെ, അല്ലെങ്കിൽ ഇന്ന് ഒരു നോർമൽ ലൈഫ് ഒരു ക്രിസ്ത്യാനിയായി നയിക്കുന്ന ഒരു വ്യക്തിയെ പോലെ ദൈവത്തെ ആരാധിപ്പാൻ കടന്നു പോകുന്ന ഒരു പോക്കായിരുന്നു കയീൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഹാബേലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ഒരു സാധാരണപ്പെട്ട ഒരു ആരാധനയ്ക്ക് കടന്നു പോകുന്ന പോക്കായിരുന്നില്ല. ആരാധനയ്ക്ക് പോകുന്നതിന് മുമ്പ് കയീൻ്റെ ജീവിതത്തിൽ വിശ്വാസത്താൽ ഹാബേല് വഴിപാട് കഴിക്കുവാനായിട്ട് പോയി. വിശ്വാസത്താൽ ഹാബേല് യാഗം കഴിക്കുവാൻ പോയി. വിശ്വാസത്താൽ ഹാബേല് ദൈവത്തെ ആരാധിപ്പാൻ കടന്നുപോയി. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കൾ ഞാൻ ഓർപ്പിക്കട്ടെ, ആരാധന ദൈവത്തിന് പ്രസാദമാകണമെങ്കിൽ വിശ്വാസത്തോടു കൂടിയുള്ള ഒരു ആരാധനയാണോ ആവശ്യമായിരിക്കുന്നത്? എവിടെ വിശ്വാസത്തോടുകൂടെ ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരുന്നുണ്ട്, അവരുടെ ജീവിതത്തിൽ പ്രത്യക്ഷമായിരിക്കുന്ന വിവിധ ലക്ഷണങ്ങളെ നമ്മൾ കാണുവാൻ സാധിക്കും. ഒരു സാധാരണപ്പെട്ട ആരാധിക്കുന്ന വ്യക്തിയും വിശ്വാസത്തോടുകൂടെ ആരാധിക്കുന്ന വ്യക്തിയും തമ്മിൽ ചില പ്രത്യേകമായിരിക്കുന്ന വ്യത്യാസങ്ങളെ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, ഇവരുടെ ആരാധനയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വീണ്ടും വായിച്ചാട്ട് എബ്രായർ 11:4 വാക്യത്തിലേക്ക് വീണ്ടും കടന്നു വന്നാട്ട് ശ്രദ്ധിക്കണം. ഈ വേർഡ് ദൈവം ഹാബേലിൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചത് കൊണ്ട് ഹാബേലിന് ലഭിച്ചതാർക്ക് ഗുണമാണ്. സ്വർഗത്തിലെ ദൈവം ഒന്ന് കൽപ്പിച്ചു, അവൻ നീതിമാനെന്നോ കൽപ്പിച്ചു. ഇതിൻ്റെ ഓരോ വേർഡ് ബൈ വേർഡ് നമ്മൾ എടുക്കുവാനായിട്ട് പോകുകയാണ്. അപ്പോൾ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ ഹാബേൽ യാഗം കഴിക്കുവാനായിട്ട് പോയി. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവർ കടന്നുപോയതായിരിക്കുന്ന പോക്കിനെക്കുറിച്ചും ദൈവം അവരെ പ്രസാദിപ്പിച്ച വിധത്തെക്കുറിച്ചും വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 1-2 വാക്യങ്ങളോട് വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ വിഷയത്തിൽ ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാം. വായിച്ചോട്ട് യൂദായുടെ പുസ്തകം 11-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട്, അവർക്ക് അയ്യോ കഷ്ടം, അവ കയ്യിൻ്റെ വഴിയിൽ നടക്കി. ശ്രദ്ധിക്കണം ഈ വേർഡ്, അതിൻ്റെ വിഷയം നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് യൂദാ ലേഖനം എഴുതി? യൂദാ ലേഖനം എഴുതുവാനുള്ള കാരണമെന്ന് പറയുന്നത് സഭയിലേക്ക് കടന്നു വരുന്നതായിരിക്കുന്ന ദുരുപദേഷ്ടന്മാർ സഭയിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് ഈ യൂദാ ചൂണ്ടിക്കാണിക്കുകയാണ്. അവരുടെ ഒരു പ്രത്യേകത പറയുന്നത് അവർ 2 ചത്തവരാണ്, 2 പ്രാവശ്യം അവർ മരിച്ചു പോയവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ട് പിന്മാറ്റ ജീവിതത്തിലേക്ക് കടന്നു പോയവരാണ്. ഈ പിന്മാറ്റ ജീവിതത്തിലേക്ക് കടന്നുപോയവരെ കുറിച്ച് പറഞ്ഞിട്ട് ഇവിടെ താഴോട്ട് പറയുമ്പോൾ ദൈവത്തിൻ്റെ ദാസൻ യൂദാ ഇവിടെ വെളിപ്പെടുത്തുകയാണ്, അവ കയ്യിൻ്റെ വഴിയിൽ നടക്കുവാനായിട്ടിടയായിത്തീർന്നു. അപ്പോൾ കയ്യിന് ഒരു വഴിയുണ്ടായിരുന്നു, കയ്യിന് ഒരു വിധമുണ്ടായിരുന്നു. ദൈവവുമായുള്ള ബന്ധത്തിൽ കയ്യിൻ്റെ ചില പ്രത്യേകമായ സ്വഭാവങ്ങളെ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും, മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു വാക്യം കൂടെ പെട്ടെന്ന് ഒന്ന് വായിച്ചിട്ട് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം, മാത്യു ചാപ്റ്റർ 23 വേഴ്സ് 35. അവിടെ പറയുന്നു, നീതിമാനായിരിക്കുന്ന ഹാബേൽ, അവിടെ കർത്താവായ യേശു ക്രിസ്തു കോട്ട് ചെയ്ത ഒരു കാര്യമാണ്. അന്ന് ആയിരിക്കുന്ന ഇസ്രായേൽ മക്കളെക്കുറിച്ച് യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, ആ നീതിമാനായിരിക്കുന്ന ഹാബേലിൻ്റെ രക്തം മുതൽ ഈ യാഗപീഠത്തിൽ വെച്ച് കൊല്ലപ്പെട്ടതായിരിക്കുന്ന സഖരിയാവിൻ്റെ രക്തം വരെ ഇപ്രകാരമുള്ളവരുടെ രക്തം ഞാൻ ഈ തലമുറയോട് ചോദിക്കുമെന്നോ കർത്താവായ യേശു ക്രിസ്തു അവരോട് പറയുന്ന വേർഡിൽ നിന്നുകൊണ്ട് അവിടെ ഹാബേലിനെ കുറിച്ച് നമ്മൾ കാണുന്നത് ദൈവം വിശേഷിപ്പിച്ചത് അവൻ നീതിമാനെന്ന് കാണുന്നു. എന്താണ് ഇവരുടെ 2 പേരുടെ യാഗത്തിന് പ്രത്യേകത? ശ്രദ്ധിക്കണേ, ഈ ഞാൻ ആദ്യം പറഞ്ഞ വേർഡ്, ഇവരിൽ ഒരാൾ യാഗം കഴിക്കുവാൻ പോയതോ വിശ്വാസത്താലാകുന്നുവെങ്കിൽ മറ്റേ വ്യക്തി ഒരു സാധാരണപ്പെട്ട ഒരനുഭവത്തോടുകൂടെ അഥവാ യാതൊരുതുമായിരിക്കുന്ന ഒരു ജീവനുമില്ലാതെ ഒരു സ്വാഭാവികമായിരിക്കുന്ന ഒരു ചട്ടം നടത്തുവാൻ തക്കണം അഥവാ ചില ആചാരങ്ങൾ ചില കർമ്മങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി കടന്നുപോയതായിരിക്കുന്ന പോക്കിനെയാണ് കാണുന്നത്. എന്താണ് ഇവരുടെ ജീവിതത്തിലുള്ള വ്യത്യാസം? ഇവരുടെ ജീവിതത്തിൽ നമ്മളത് പഠിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടി ഹാബേൽ യാത്ര തിരിച്ചപ്പോൾ എന്ത് പ്രത്യേകത ഉണ്ടായിരുന്നു? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യത്തിലേക്ക് വീണ്ടും കടന്നു വന്നാട്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 4-5 വാക്യം. അവിടെ പറയുന്നു, യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. ഞാൻ പറഞ്ഞു വരുവാൻ ആഗ്രഹിക്കുന്നത്, വിശ്വാസം ആരുടെ വിശ്വാസത്തോടു കൂടിയുള്ള ആരാധനയ്ക്ക് വേണ്ടി ആര് കടന്നു പോകുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ
ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. അവരുടെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുന്നതായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് അവർ കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമുള്ള ഒരു വ്യക്തി, വിശ്വാസത്തോടുകൂടി ആരാധിക്കുവാൻ കടന്നു പോകുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ആരാധനയ്ക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കും. ആരുടെ ജീവിതത്തിൽ വിശ്വാസത്തോടുകൂടെ ദൈവത്തെ ആരാധിപ്പാൻ കടന്നു പോകുന്നുണ്ട്, സാധാരണപ്പെട്ട ഒരു വ്യക്തിയെപ്പോലെ ആയിരിക്കത്തില്ല അവർ കടന്നു പോകുന്നത്. അതിന് മുൻപ് തന്നെ അവരുടെ ജീവിതത്തിലെ ചില പ്രിപ്പറേഷൻസ് കാണുവാൻ സാധിക്കും. ഹാബേലിൻ്റെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അതായിരുന്നു. ഇവർ രണ്ടുപേരും യാഗം കഴിക്കുവാൻ പോയി, യാഗം കഴിച്ചു. രണ്ടുപേരും യാഗം കഴിച്ചുവെങ്കിൽ സ്വർഗ്ഗത്തിലെ ദൈവം രണ്ടുപേരുടെ യാഗത്തിൽ പ്രസാദിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, യഹോവ ആദ്യം പ്രസാദിച്ചത് ഹാബേലിലാണ് പ്രസാദിക്കുവാൻ ഇടയായിത്തീർന്നത്. അപ്പോൾ ഹാബേലിൽ ദൈവം പ്രസാദിക്കുവാൻ ഇടയായിത്തീർന്നുവെന്നുള്ളത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ, ഹാബേൽ ആരാധനയ്ക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ തൻ്റെ മുൻപിലൊരു കാഴ്ചപ്പാടുണ്ട്. വെറുതെ ചില യാഗവസ്തുക്കളുമായിട്ടല്ല ഹാബേൽ ആരാധനയ്ക്ക് കടന്നു പോകുന്നത്. തനിക്കറിയാം ഈ ദൈവത്തിന് മുൻപിൽ താൻ കടന്നു ചെല്ലുമ്പോൾ, തൻ്റെ ആരാധന വസ്തുവുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് പ്രസാദം പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഈ ഹാബേൽ ആടുകളുമായിട്ട് കടന്നു ചെല്ലുന്നതായിട്ട് കാണുന്നുണ്ട്. ശ്രദ്ധിക്കണമേ, ഹാബേൽ ഒന്ന് മനസ്സിലാക്കി, ഈ ആരാധനയിൽ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ പക്കൽ നിന്നൊരു ഉത്തരം എനിക്ക് ആവശ്യമാണ്, ദൈവം എന്നോട് അരുളി ചെയ്യുന്നത് ആവശ്യമാണ്, ദൈവത്തിൻ്റെ കരങ്ങളുടെ സ്പർശനം ഞാൻ കാണേണ്ടത് ആവശ്യമാണ്. ഈ ഒരു ചിന്ത തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ആരാധനയിൽ കടന്നു പോകുന്ന സമയം തന്നെ തൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കടന്നു വന്നു. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു വരുന്നത്, ഹാബേൽ ഈ ആരാധനയിൽ കടന്നു പോയപ്പോൾ നീതിമാനായിട്ട് കടന്നുപോയത് മാത്രമല്ല ഞാൻ പറയുന്നത്, പിന്നെയോ വാസ്തവത്തിൽ ഈ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഈ ഹാബേൽ വിശ്വാസത്തോടെ കടന്നുപോയെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഹാബേൽ ഒരു കാര്യം മനസ്സിലാക്കി, തൻ്റെ സ്വന്തം പിതാവ് മാതാവ് പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ തേജസ് അവക്കില്ലാത്തവരായി മാറ്റപ്പെട്ട സ്ഥാനത്ത് തിരിച്ച് ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ഒരു യാഗം ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഹാബേൽ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ ഇടയായി തീർന്നുവെന്നുള്ളത് ഒരു പ്രത്യേകത. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ഹാബേലിൽ പ്രസാദിക്കുവാൻ ഇടയായിത്തീർന്നുവെങ്കിൽ ഹാബേലിൽ പ്രസാദിക്കത്തക്ക രീതിയിലുള്ളായിരിക്കുന്ന ഒരു ജീവിതമായിരുന്നു ഹാബേൽ നയിക്കുവാൻ ഇടയായിത്തീർന്നത്. ശ്രദ്ധിക്കണമേ, വിശ്വാസത്തിൻ്റെ പ്രവർത്തനം ജീവിതത്തിൽ കൂടെ വെളിപ്പെടുമ്പോൾ ആ ജീവിതമായിരിക്കും, ആ വിശ്വാസത്തിൻ്റെ പ്രവർത്തനമായിരിക്കും എൻ്റെയും നിങ്ങളുടെ ജീവിതങ്ങളെ പരിപൂർണമായിട്ട് മാറ്റുവാൻ ഇടയായിത്തീരുന്നത്. നിങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു വരുവാൻ തക്കവണ്ണം ഒരു വെള്ളിയാഴ്ച കടന്നു വരുമ്പോൾ ഇന്നെനിക്ക് ചിലത് പ്രാപിച്ചുകൊണ്ട് കടന്നു പോകണമെന്ന് ആഗ്രഹത്തോടെ ഉണ്ടെങ്കിൽ, ആ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളത്തിൽ ഉണ്ടെങ്കിൽ സാധാരണപ്പെട്ട ഒരു ദിവസത്തെ പോലെ ആയിരിക്കത്തില്ല ആ ദിവസം നിങ്ങൾ ചെലവഴിക്കുന്നത്. ആ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ടായിരിക്കും. എന്താ അതിൻ്റെ പ്രത്യേകത? നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ഫെയ്ത്ത് കടന്നു വന്നു. എന്താ നിങ്ങൾക്കുള്ള വിശ്വാസം? ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് എനിക്ക് പ്രാപിക്കണം, ദൈവത്തിൻ്റെ കൃപ എനിക്ക് അനുഭവിച്ചറിയണം. ഈ ഒരു ഫെയ്ത്താണ് ജീവിതത്തിൽ പരിപൂർണമായി മാറ്റം വരുത്തുവാൻ ഇടയായിത്തീരുന്നത്. ശ്രദ്ധിക്കണമേ ദൈവത്തിൻ്റെ മക്കൾ, ഇവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതയെ നിങ്ങൾ നോക്കിയാട്ടോ. എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ഹാബേൽ കയീന്റെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് കടന്നു വന്നാട്ടോ. ഒന്ന് വായിച്ചാട്ടെ കയീന്റെ പ്രത്യേകത, അവൻ്റെ ജീവിതത്തിൻ്റെ സ്വഭാവങ്ങളെ നമുക്കൊന്ന് മനസ്സിലാക്കാം. 4-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, ഉൽപ്പത്തി 4:5. ശ്രദ്ധിക്കണം, സ്വർഗ്ഗത്തിലെ ദൈവത്തിന് മുൻപാകെ വഴിപാട് കഴിക്കുവാൻ വേണ്ടി കടന്നുപോയിരിക്കുന്ന കയീൻ, ആ ദൈവം ആ വഴിപാട് പ്രസാദിച്ചില്ലെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ദൈവം കയീനോട് ഇടപെടുന്ന ഒരു ഇടപാടിൽ കൂടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. സർവശക്തനായിരിക്കും ദൈവം കയീൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും കയീൻ്റെ മനസ്സിൽ യാതൊരു ചലഞ്ചും, ഒരു മാറ്റങ്ങളുമില്ല. തൻ്റെ ഹൃദയം വളരെ കഠിനപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, സ്വർഗ്ഗത്തിലെ ദൈവമാണ് കയീൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ദൈവമാണ് കയീനോട് സംസാരിക്കുന്നത്. കയീനോട് സംസാരിക്കുമ്പോൾ ദൈവം ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിന്റെ അനുജൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു, നിന്റെ അനുജൻ എവിടെയെന്നോ കയീനോട് ദൈവം ചോദിക്കുമ്പോൾ ദൈവത്തോട് പറയുന്ന ഉത്തരം, ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ. നിങ്ങൾ മനസ്സിലാക്കണം, എന്താ തൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത? തൻ്റെ ജീവിതത്തിൻ്റെതായിരിക്കുന്ന ഒരു സാധാരണപ്പെട്ട ഒരു അനുഭവം, ദൈവത്തോടുള്ള വിശ്വാസമില്ലായ്മ, ദൈവമായിട്ടുള്ളൊരു ബന്ധമില്ലായ്മ, ദൈവത്തോട് യാതൊരു നിരപ്പുമില്ലായ്മ, ദൈവത്തോടുള്ള ഒരു കൂട്ടായ്മയില്ലായ്മ, തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വ്യക്തിപരമായ ശബ്ദത്തിന് മുൻപിൽ തൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക്
നാം കാണുവാനായിട്ട് സാധിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, നെക്സ്റ്റ് വേർഡ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ. എന്താ അവിടുത്തെ പ്രത്യേകത? ദൈവത്തിന് കൊടുക്കേണ്ട ഒരു ബഹുമാനം കൊടുക്കാതെ നിൽക്കുന്നതായിരിക്കും ഒരു വ്യക്തിയായിട്ട് കാണുന്നത്. എന്താ ഈ കയ്യിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? കഴിഞ്ഞ നാളുകൾ കരങ്ങൾ കണ്ടതല്ലേ, ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടതല്ലേ. എവിടുന്നോ കയ്യിനെ നീ ഒരു യാഗം കഴിക്കുവാൻ പോയി? അവർക്ക് പറയുവാൻ സാധിക്കും, കഴിഞ്ഞ നാളുകളിൽ എൻ്റെ മാതാപിതാക്കന്മാരെ ദൈവം അവിടുന്ന് ഇറക്കി വിട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ചതാണ്, ഒരു യാഗത്തിൽ കൂടെ മാത്രമേ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യാഗം കഴിക്കുവാനായിട്ട് കടന്നു വന്നത്. ശ്രദ്ധിക്കണമേ, എങ്കിലും ഒരു ചട്ടം നിവർത്തിക്കുന്നതായിട്ടല്ലാതെ അതിനകത്ത് യാതൊരു ജീവനുമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് കയ്യൻ കടന്നു പോകുവാൻ ഇടയായിത്തീർന്നത്. ശ്രദ്ധിക്കണം, യാഗം കഴിക്കുവാൻ വന്നിട്ടുണ്ട്, അവിടെ ആരാധന നടക്കുന്നുണ്ട്, ആരാധനയ്ക്കുള്ള വസ്തുക്കളുമായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ എന്തില്ല? അതിനകത്ത് യാതൊരു ജീവനുമില്ല, അതിനകത്ത് യാതൊരു പ്രിപ്പറേഷനുമില്ല, യാതൊരു ഒരുക്കങ്ങളും അതിനകത്തില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണമേ, വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി, വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പ് ആരാധന കടന്നു പോകുന്നതിന് മുമ്പ് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു പടി, ദൈവത്തിൻ്റെ അടുക്കലേക്കാണ് ഞാൻ കടന്നു പോകുന്നത്, ദൈവം എന്നെ അനുഗ്രഹിക്കും എന്നുള്ളതായിരിക്കുന്ന ഉറപ്പ് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട എനിക്കും നിങ്ങൾക്കും അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ശ്രദ്ധിക്കണമേ, മാറ്റങ്ങൾ ജീവിതത്തിൽ ഇല്ലാതെ ദൈവത്തെ ആരാധിക്കുന്നതിൽ ദൈവത്തിന് പ്രസാദമാകത്തില്ല. എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ചില രൂപാന്തരം നടക്കാതെ, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാതെ, വിശ്വാസത്തിൻ്റെതായിരിക്കുന്ന ചില പ്രവർത്തനങ്ങൾ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താതെ, എന്നെയും നിങ്ങളെയും ആ ജീവിതം രൂപാന്തരപ്പെടുത്തുവാൻ ഇടയാകാതെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനോ എനിക്കും നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാൽ അതേ സ്ഥാനത്ത് ഹാബേലിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാട്ട് ഹാബേലിൻ്റെ ജീവിതം എന്തായിരുന്നു? ദൈവത്തിന് പ്രസാദമായിട്ട് അവൻ ജീവിച്ചു, ദൈവത്തിന് പ്രിയമായിട്ട് അവൻ ജീവിച്ചു. ദൈവത്തിന് മുൻപാകെ ഒരു പ്രസാദമുണ്ടായിരുന്നു. ദൈവം തന്നെ അവനെ നോക്കിക്കൊണ്ട് സാക്ഷ്യം പറയുകയാണോ, അവൻ നീതിമാനെന്ന് സാക്ഷ്യം പറയുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, വിശ്വാസത്തോടുകൂടി ആരാധന കടന്നു ചെല്ലുമ്പോൾ വിശ്വാസം ഇല്ലാതെ കടന്നു വരുന്ന വ്യക്തിയും വിശ്വാസത്തോടുകൂടെ കടന്നു വരുന്ന വ്യക്തിയെയും ആ വ്യക്തിയുടെ പ്രസൻസ് തന്നെ വലിയ വ്യത്യാസം വരുത്തുവാനായിട്ട് സാധിക്കും. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആ വിശ്വാസത്തിൻ്റെതായ സ്റ്റെപ്പ് ഒത്തിരി മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും. എന്താ ഇവിടെ കാണുവാൻ സാധിക്കുന്നത്? നമ്മൾ കാണുന്നത്, ഫെയ്ത്ത് എനേബിൾസ് ടു ബ്രിങ് എക്സലൻറ്റ് സാക്രിഫൈസ്. ഫെയ്ത്ത് എനേബിൾ ടു ബ്രിങ് എക്സലൻറ്റ് സാക്രിഫൈസ്. വിശ്വാസം നമ്മെ ഉന്നതമായിരിക്കുന്ന യാഗം കഴിപ്പാനായിട്ട് പ്രേരിപ്പിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ രണ്ടുപേരെയും യാഗം കഴിക്കുവാനായിട്ട് പോയി. ദൈവത്തിൻ്റെ ദാസനെ പ്രകാരം പറയുന്നു, വിശ്വാസത്താൽ ഹാബേൽ കയ്യിനും ഉത്തമമായിരിക്കുന്ന വഴിപാട് യാഗം കഴിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് ഉത്തമമായ വഴിപാട് കഴിക്കുവാൻ ഇടയായിത്തീർന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, രണ്ടുപേരും കഴിച്ച വസ്തുക്കളും അവരെടുത്തായിരിക്കുന്ന വിഷയങ്ങളും തമ്മിൽ വലിയ അന്തരങ്ങളെ കാണുവാൻ സാധിക്കും. ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കണം, തന്നെ അവരെടുത്തായിരിക്കുന്ന വസ്തുക്കൾ, അവർ രണ്ടുപേരും എടുത്തായിരിക്കുന്ന വസ്തുക്കൾ, നിങ്ങൾക്കറിയാം, കയ്യിൻ എടുത്തത് നിലത്തിലെ അനുഭവത്തിൽ നിന്ന്, ഹാബേൽ എടുത്തത് തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന്. എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഈ ഒരു യാഗം കഴിച്ചു കഴിഞ്ഞ് ദൈവം പറയുന്ന ഒരു വേർഡുണ്ട്, അവൻ നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ചു. അപ്പോൾ നീതിമാനായിട്ട് ദൈവം അവനെ കണക്കിട്ടു. അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഹാബേൽ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഈ വഴിപാടുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ ഹാബേൽ കടന്നു ചെന്നത് ഒരു നീതിമാനായിട്ടല്ല, പിന്നെയോ ഒരു പാപിയായിരിക്കുന്ന മനുഷ്യൻ. പാപിയായിരിക്കുന്ന ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന് പറയുമ്പോൾ, എന്നാൽ ഇവിടെ ഹാബേൽ കടന്നിലുവാൻ ഇടയായിത്തീർന്നത് താൻ ആട്ടുകളെ മേയിച്ചുകൊണ്ട് നടക്കുന്നത് ആയതുകൊണ്ട് ആട്ടിൻകൂട്ടത്തിൽ ഒന്നിനെ അല്ല ഹാബേൽ പിടിച്ചത്. ദൈവത്തിൻ്റെ വിഷയമെന്തെന്ന് ഹാബേൽ മനസ്സിലാക്കി. എങ്ങനെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ സാധിക്കുമെന്ന് ഹാബേൽ മനസ്സിലാക്കി. എന്താണ് ഈ സ്ഥാനത്ത് ദൈവത്തോട് എനിക്ക് ബന്ധപ്പെടേണ്ടതിനോ ആവശ്യമെന്ന് ഹാബേൽ മനസ്സിലാക്കി. ഹാബേൽ മനസ്സിലാക്കിയതാണ് ആട്ടിൻകൂട്ടത്തിൽ ഒന്നുമായിട്ട് ഹാബേൽ കടന്നു ചെല്ലുവാൻ കാരണം. ഒരു രക്തം അവിടെ ചൊരിയപ്പെടുന്നത്
ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, കയ്യിനോ എന്താ ചെയ്തത്? നിലത്തിലെ അനുഭവത്തിൽ നിന്ന് ചിലത് എടുത്തുകൊണ്ട് വരുവാനിടയായിത്തീർന്നു. അവിടെ എന്തില്ലായിരുന്നു? ഒരു രക്തച്ചൊരിച്ചില്ലായിരുന്നു. ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ വിവിധ യാഗങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുമെങ്കിൽ ഈ ഹാബേൽ കഴിച്ച യാഗമെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ തൻ്റെ പാപത്തിന് വേണ്ടി നീതിമാൻ എന്ന സാക്ഷ്യം ലഭിക്കുവാൻ ഇടയായിത്തീർന്നത് താൻ കഴിച്ച യാഗം ഒരു പാപയാഗമാണ്. പാപത്തിന് വേണ്ടി ഒരു രക്തച്ചൊരിച്ചിൽ ഒരു ആടിനെ ഒരു യാഗമായി കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ കയ്യൻ കഴിച്ച യാഗമെന്ന് പറയുന്നത് കൃഷിയുടെ ഫലത്തിൽ നിന്ന് ഉളവായതാണ്. ആ യാഗം വേദപുസ്തകം പഠിക്കുമ്പോൾ അതൊരു ഭോജനയാഗമായിട്ട് കാണുവാൻ സാധിക്കും. ഭോജനയാഗം എന്ന് പറയുന്നത്, ഒരു മീൽ ഓഫറിംഗ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ചെയ്യേണ്ടത് 3 യാഗങ്ങൾക്ക് ശേഷം ചെയ്യേണ്ടതായിരിക്കും ഒരു യാഗമാണ് ഈ ഭോജനയാഗം എന്ന് പറയുന്നത്. ഒരു വ്യക്തി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന സമയത്ത് ദൈവത്തോട് അവൻ്റെ പാപങ്ങൾ അടുക്കുവാൻ തക്കണം ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അവൻ അടുക്കണമെങ്കിൽ അവൻ്റെ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടത് കൊണ്ട് അവൻ ആദ്യം കഴിക്കേണ്ടത് പാപയാഗമാണ്. പാപയാഗം കഴിക്കുന്ന വ്യക്തി അടുത്ത് കഴിക്കേണ്ടതോ പാപത്തിന് അകൃത്യമുള്ളത് കൊണ്ട് അവൻ അകൃത്യയാഗം കൂടെ കഴിക്കണം. ഇത് രണ്ടും കഴിയുമ്പോഴാണോ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ അവൻ സാധിക്കുന്നത്. അതിനുശേഷം മൂന്നാമത് അവൻ കഴിക്കുന്ന യാഗമാണ് ഹോമയാഗം എന്ന് പറയുന്നത്. ദൈവത്തിന് മുൻപാകെ തന്നെ പൂർണ്ണമായിട്ട് അർപ്പിക്കുന്നു. 4ാമത്തെ സ്റ്റേജാണ് ദൈവം അവന് കൊടുത്ത നന്മകളുമായിട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത്. ശ്രദ്ധിക്കണം, 4ാമത് മാത്രമേ ഉള്ളൂ ദൈവം അവന് കൊടുത്ത നന്മകളുമായിട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന സ്ഥാനമെന്ന് പറയുന്നത്. അതിനു മുമ്പുള്ള 3 പൊസിഷൻ എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധമില്ല. എന്നാൽ ഇവിടെ കയ്യൻ കഴിക്കുവാൻ ഇടയായിത്തീർന്നത് 1, 2, 3 യാഗങ്ങളല്ല, പിന്നെയോ 4ാമത്തെ യാഗമാണ് കയ്യൻ കഴിക്കുവാൻ ഇടയായിത്തീർന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചില്ല? 1, 2, 3 യാഗങ്ങൾക്ക് തൻ്റെ ജീവിതത്തിൽ യാതൊരു ആവശ്യമില്ല, സ്ഥാനമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ 1, 2 യാഗം കഴിക്കേണ്ടത് പാപിയായിരിക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ നീതീകരണത്തിന് വേണ്ടി ആകുന്നുവെങ്കിൽ ഇവിടെ കയ്യന് 4ാമത്തെ യാഗം കഴിക്കുവാൻ ഇടയായിത്തീർന്നപ്പോൾ അതിൽ കൂടെ അവനൊരു കാര്യം മനസ്സിലാക്കി, എൻ്റെ ജീവിതത്തിൽ യാതൊരു പാപവുമില്ല, ഞാൻ നീതിമാനായ വ്യക്തിയാണ്, ഞാൻ നീതി ചെയ്യുന്നവനാണ്, എൻ്റെ ജീവിതത്തിൽ യാതൊരു കുറവുമില്ല. അതുകൊണ്ട് ആ നീതിയുടെ അനുഭവത്തിൽ നിന്നാണ് കയ്യന് ഒരു യാഗം കഴിക്കുവാൻ ഇടയായിത്തീർന്നത്. ശ്രദ്ധിക്കണമേ നിങ്ങൾ. എന്നാൽ ഇതേ സ്ഥാനത്ത് ഹാബേൽ ദൈവത്തിൽ വിശ്വാസമുള്ളവനായി തീർന്നപ്പോൾ എന്താ മനസ്സിലാക്കിയത്? അവൻ ഒരു കാര്യം മനസ്സിലാക്കി, എൻ്റെതായിരിക്കുന്ന നീതിപ്രവൃത്തി കൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ സാധ്യമല്ല, കഴിഞ്ഞ നാളുകളിലെ വിശുദ്ധി കൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ സാധ്യമല്ല, എനിക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലണമെങ്കിൽ ഒരു യാഗം എനിക്ക് ആവശ്യമാണ്, ദൈവത്താൽ ഒരു നീതീകരണം പ്രാപിക്കേണ്ടത് എനിക്ക് ആവശ്യമാണ്, ദൈവത്താൽ നീതീകരണം പ്രാപിച്ചുകൊണ്ട് മാത്രമേ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു മനസ്സിലാക്കൊണ്ട് ഒരു യാഗം കഴിക്കുവാൻ ഇടയായിത്തീർന്നത്. ശ്രദ്ധിക്കണമേ, വിശ്വാസത്തിൻ്റെതായിരിക്കുന്ന ഒരു യാഗം കടന്നു വന്നപ്പോൾ ആ യാഗ വസ്തുക്കളിൽ തന്നെ ഒരു മാറ്റം വരുവാനിടയായിത്തീർന്നു. രണ്ടുപേരും കഴിച്ച യാഗമാ. പക്ഷേ ഹാബേലിൻ്റെ യാഗത്തിൽ വിശ്വാസം ഇൻക്ലൂഡഡ് ആയപ്പോൾ, വിശ്വാസത്താലാണ് ഹാബേൽ യാഗം കഴിച്ചപ്പോൾ യാഗവസ്തുവിന് ഒരു മാറ്റം വരുവാനിടയായിത്തീർന്നു. നിങ്ങൾക്കറിയാം, 2 പേര് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നുപോയി. ഒരാൾ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ, പാപി. എന്താ അവിടെ പ്രാർത്ഥിച്ചത്? ഇവർ 2 പേരും പ്രാർത്ഥിച്ച പ്രാർത്ഥന. ഒരുവൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ ഇവനെ പോലെ അല്ല, ഞാൻ പല നന്മ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, ഈ ചുങ്കക്കാരനെ പോലെ അല്ലാത്തതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. മറ്റവൻ നിന്നുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, ദൈവമേ, സ്വർഗ്ഗത്തിലേക്ക് നോക്കുവാൻ പോലും എനിക്ക് കഴിയത്തില്ല, എന്നോട് നീ കരുണ കാണിക്കണമേ. നിങ്ങൾ മനസ്സിലാക്കണം, ആര് നീതീകരിക്കപ്പെട്ടവനായിപ്പോയി? 2 പേരും ദൈവത്തെ ആരാധിപ്പാൻ കടന്നു ചെന്നതാ. 2 പേരും ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നുപോയതാ, ദൈവത്തിൻ്റെ പ്രസാദത്തിന് വേണ്ടി കടന്നുപോയതാ. എന്നാൽ ഇവിടെ സംഭവിച്ചത്, ഈ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി കടന്നുപോയപ്പോൾ ഈ പരീശനോ കടന്നു വന്ന പോലെ കടന്നു പോകുവാനായിട്ടിടയായി. ശ്രദ്ധിക്കണമേ ഈ വിഷയം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഫെയ്ത്ത്, വിശ്വാസത്തോടുകൂടെ ഒരു ആരാധനയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുമ്പോൾ, വിശ്വാസത്താൽ ഒരു ആരാധന ചെയ്യുവാനായിട്ട് നാം ഒരുക്കപ്പെടുന്ന സമയത്ത് തന്നെ നമ്മൾ കൊണ്ടുവരുന്ന യാഗവസ്തുവിന് ഒരു മാറ്റമുണ്ടായിരിക്കും. സാധാരണപ്പെട്ട ഒരു വ്യക്തി കൊണ്ടുവരുന്നതല്ല ഒരു ദൈവ പൈതൽ കൊണ്ടുവരുന്നത്. ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ, ദൈവത്തിൻ്റെ പക്കൽ നിന്ന് കൃപ പ്രാപിപ്പാൻ വാഞ്ചയോടെ കടന്നു വരുന്ന വ്യക്തി, അവൻ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ, ഇന്ന് ദൈവം എൻ്റെ അനുഗ്രഹത്തിൽ ദിവസമാണെന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ അവൻ കൊണ്ടുവരുന്ന വസ്തുക്കൾക്ക് ഒരു വ്യത്യാസം കാണും. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ പറഞ്ഞത്, ആ വ്യക്തികൾക്കൊരു മാറ്റം വരും.
അവിടെ വന്നിട്ടല്ല മാറ്റം വരുന്നത്, പക്ഷേ ആ വ്യക്തികൾക്കൊരു മാറ്റമുണ്ടായിരിക്കും. രണ്ട്, ഞാൻ പറഞ്ഞു വരുന്നത്, അവർ കൊണ്ടുവന്ന വസ്തുക്കൾക്കൊരു മാറ്റമുണ്ടായിരിക്കും. അവർ രണ്ടുപേരും കൊണ്ടുവന്നത് വിഭിന്നമായിരുന്നു. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, വിശ്വാസമുള്ള വ്യക്തി ദൈവത്തിന് മുൻപിൽ കൊണ്ടുവന്നത്, അവൻ നീതീകരിക്കപ്പെട്ടവനായി പോകുവാനുള്ള വകുപ്പാണ് അവൻ കൊണ്ടുവന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ആര് ഇത് പറഞ്ഞു കൊടുത്തു? ഒരു കാര്യം നമുക്ക് പറയുവാൻ സാധിക്കും, ഹാബേലിൻ്റെ വിശ്വാസമാണ് ഹാബേലിനെ കൊണ്ട് ഈ യാഗമൃഗത്തെ കൊണ്ടുവരുവാൻ കാരണമായി തീർന്നത്. വിശ്വാസം ഹാബേലിനെ കൊണ്ട് ചെയ്യിക്കുവാനായിട്ട് കാരണമായി തീർന്നു. ശ്രദ്ധിക്കണേ, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഞാൻ നിങ്ങൾ കൊണ്ടുവരുന്ന വസ്തുക്കളിൽ തന്നെ ഒരു വ്യത്യാസം കാണുവാൻ സാധിക്കും. ദൈവത്തിലുള്ള വിശ്വാസം എന്നിലും നിങ്ങളിലും അത് വെളിപ്പെടുവാനായിട്ടിടയായി തീരും. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ആ നേച്ചർ വസ്തുക്കൾ തന്നെ വ്യത്യാസമുണ്ട്. എന്നാൽ അതിൽ മാത്രമല്ല വ്യത്യാസമുള്ളത്, അതിൻ്റെ ക്വാളിറ്റിയിലും വ്യത്യാസം നമുക്ക് കാണാം. ഫെയ്ത്ത്, വിശ്വാസത്തോടുകൂടെ ഹാബേല് യാഗം കഴിക്കുവാൻ കൊണ്ടുവന്നപ്പോൾ യാഗം കഴിക്കുന്ന വസ്തുക്കളിൽ മാത്രമല്ല, പിന്നെയോ അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വന്നു. എന്താണ് ക്വാളിറ്റിയിൽ വ്യത്യാസം വന്നത്? നിങ്ങൾക്കറിയാം ഹാബേല് എന്താ ചെയ്തത്. ഹാബേലിൻ്റെ വഴിപാടിനെ കുറിച്ച് ദൈവം കൽപ്പിക്കുന്ന എന്ത്? വായിച്ചോട്ട് ജെനസിസ് ചാപ്റ്റർ 4:3. ശ്രദ്ധിക്കുക, അവിടെ വേറെ വിശേഷമായിട്ട് യാതൊന്നും ദൈവത്തിന് അവിടെ പറയുവാനില്ല. ദൈവം പറയുന്ന ഒരൊറ്റ വേർഡിൽ കൂടെയാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. കുറെ കാലം കഴിഞ്ഞിട്ട് കയീൻ എന്ത് ചെയ്തു? കയീൻ വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പ് ഹാബേലിൽ കടന്നു വന്നപ്പോൾ, ഹാബേൽ വിശ്വാസത്തോടുകൂടെ ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്നപ്പോൾ, ഹാബേൽ കൊണ്ടുവന്ന വസ്തുക്കളിൽ മാറ്റമുണ്ടെന്ന് മാത്രമല്ല, ആ വസ്തുക്കളിൽ തന്നെ ചില പ്രത്യേകതകൾ ദൈവം കണ്ടെടുക്കുകയാണ്. എന്താ ദൈവം നോക്കിയിട്ട് അതിനെ കാണുന്നത്? രണ്ട് പ്രത്യേകമായിരിക്കുന്ന ക്വാളിറ്റിയാണോ ആ ആട്ടിൻകൂട്ടത്തിൽ ആ ദൈവം കാണുന്നത്? ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, അവിടെ പറഞ്ഞിരിക്കുന്നത്, അത് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകൾ നിന്ന്. അപ്പോൾ ദൈവത്തിന് വേണ്ടി ഹാബേൽ കൊണ്ടുവന്നത് ഒരു സാധാരണപ്പെട്ട ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒന്നിനെ പിടിച്ചുകൊണ്ടിഞ്ഞ് പോരുകയായിരുന്നില്ല ഹാബേൽ ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കണം, കയ്യിൻ്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ കയ്യിന് ലഭിച്ച നിലത്തിലെ അനുഭവത്തിൽ നിന്ന് ചിലതെടുത്തുകൊണ്ട് കയ്യിനിങ്ങി പോരുകയാണ്. അതിനകത്ത് യാതൊരു പ്രത്യേകതയും ദൈവം കണ്ടില്ല. ഒരുപക്ഷെ നല്ലത് തന്നെ ആയിരിക്കാം കൊണ്ടുവന്നത്, പക്ഷേ ദൈവത്തിന് അതിനകത്ത് യാതൊരു ഇമ്പോർട്ടൻസും കണ്ടില്ല. എന്നാൽ ഹാബേല് ഒരു ആടിനെ തിരഞ്ഞെടുക്കുമ്പോൾ, ഒരാട്ടിൻകൂട്ടത്തിൽ ഒന്നിനെ ഹാബേൽ തിരഞ്ഞെടുത്തപ്പോൾ, വിശ്വാസത്തിൻ്റെ പ്രവർത്തനം ചെയ്യുവാൻ തക്കണം ഹാബേൽ ആഗ്രഹിച്ചപ്പോൾ, ഹാബേൽ ഒന്നാമത് നോക്കിയത് അത് ഏത് ആടായിരിക്കണമെന്നുള്ളത് ഹാബേൽ ആദ്യം മനസ്സിലാക്കി. ദൈവത്തിൻ്റെതായിരിക്കുന്ന ആലോചന ഹാബേലിനറിയാം. ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് ഹാബേലിനറിയാം. ദൈവത്തിൻ്റെ വചനമെന്തെന്നുള്ളത് ഹാബേലിനറിയാം. ഹാബേൽ നോക്കി ആദ്യം ചെയ്തത് ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന്. അപ്പോൾ ഒന്നാമത് ഏതെങ്കിലും ഒരു ആടിനെ പിടിച്ചുകൊണ്ട് വരികയല്ല ഹാബേൽ ചെയ്തത്, അതിൻ്റെ കടിഞ്ഞൂലുകൾ ഒന്നിനെയാണ് കൊണ്ടുപോകാനിടയായി തീർന്നത്. ദ ഫസ്റ്റ് ബോൺ. എന്താണ് ഈ ഫസ്റ്റ് ബോണുമായിട്ടുള്ള പ്രത്യേകത? ഒരു വാക്യം, പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, Exodus chapter 13 verse number 2. സ്വർഗ്ഗത്തിലെ ദൈവം ഇസ്രായേൽ മക്കളോട് കൽപ്പിക്കുന്ന ഒരു കൽപ്പനയാണത്. നിങ്ങൾക്കറിയാം, അവർ മിസ്രൈമിലായിരുന്നപ്പോൾ ഒരു രാത്രി സംഹാരകൻ കടന്നു ചെന്നിട്ട് അവരുടെ കടിഞ്ഞൂലുകളെയെല്ലാം, ആദ്യജാതന്മാരെയെല്ലാം കൊന്നൊടുക്കിയപ്പോൾ, എല്ലാ മിസ്രൈമിലെ ആദ്യജാതന്മാരും നശിച്ചതായ സ്ഥാനത്ത് ദൈവം ഇസ്രായേൽ മക്കളോടൊരു കാര്യം കൽപ്പിച്ചു. നിങ്ങളുടെ വീടിൻ്റെ കട്ടിൽക്കാൽമേൽ കുറുപടിമേലും രക്തം പുരട്ടിയിരിക്കണം. രക്തം കാണുമ്പോൾ സംഹാരകൻ അകത്ത് കടക്കാതെ നിങ്ങൾ രക്ഷപ്പെടുവാനിടയായിത്തീരും. ഇവർ രക്ഷപ്പെട്ടു. കാരണം എന്നാണെന്നറിയാമോ? സംഹാരകൻ കടന്നു ചെല്ലുമ്പോൾ ഈ രക്തം കാണുമ്പോൾ സംഹാരകൻ ഒരു കാര്യം മനസ്സിലാക്കി, ഈ വീട്ടിൽ ഒന്ന് കൊല്ലപ്പെടുവാനിടയായിത്തീർന്നു. ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ട്, മിസ്രൈമുള്ള സകലത്തിനെ കൊല്ലുവാനായിട്ട്, ആദ്യജാതന്മാരെ കൊല്ലുവാൻ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രാപിച്ച ദൂതന്മാർ ദൈവത്തിൻ്റെ ആലോചന നിവർത്തിക്കുവാൻ വേണ്ടി കടന്നു ചെല്ലുമ്പോൾ വീടുകളുടെ വാതിക്കൽമേൽ, കട്ടിൽക്കാൽമേൽ, കുറുമ്പടിമേലും രക്തം കാണുമ്പോൾ ഈ ദൂതന്മാർ ഒരു കാര്യം മനസ്സിലാക്കും, ഓൾറെഡി ഇവിടെ ഒരു മരണം സംഭവിച്ചു. വാസ്തവത്തിൽ ആ വീട്ടിലെ ആദ്യജാതൻ മരിക്കേണ്ടതാണ്. പക്ഷേ ആദ്യജാതൻ മരിക്കേണ്ടതിന് പകരം കൊല്ലപ്പെട്ടത് ഒരു ആടിനെയാണ് കൊല്ലപ്പെട്ടത്. ചുറ്റുപാടുമുള്ളവരെല്ലാവരും കൂടെ തിന്നുവാൻ സാധിക്കുന്നതിന് അനുസരണമായിട്ട് ഒരാടിനെ എടുത്ത് അതിനെ കൊല്ലുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ആടിൻ്റെ രക്തമാണ് ആ വീട്ടിനകത്ത് സംഹാരകൻ കടന്നു ചെല്ലുവാൻ ഇടയാകാതിരുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം, ഈ വീട്ടിൽ ഓൾറെഡി ഒരു മരണം സംഭവിച്ചു.
അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഈ ആദ്യജാതന്മാരെ രക്ഷപ്പെടുത്തുവാൻ ആഗ്രഹിച്ചപ്പോൾ, ഇസ്രായേൽ മക്കളിലെ ആദ്യജാതന്മാരെ രക്ഷപ്പെടുത്തുവാൻ, ശ്രദ്ധിക്കണമ്പോൾ ഇസ്രായേലിലെ ആദ്യജാതന്മാരെ രക്ഷപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിച്ചപ്പോൾ ദൈവം അതിന് പകരമായിട്ട്, അവർക്ക് പകരമായി ഒരു മൃഗത്തെ യാഗമായിട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അവരെ അതിൽ നിന്ന് രക്ഷിച്ചു. ഈ ആദ്യജാതന്മാരെ ദൈവം രക്ഷിച്ചപ്പോൾ ദൈവം ഇസ്രായേൽ മക്കളോട് ഒരു ഉടമ്പടി കൊടുക്കുകയുണ്ടായി. അവരുടെ ആ വിടുതൽ നടക്കുമ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ ഒരു തീരുമാനം, ഒരു നിയമം നിങ്ങൾ എടുക്കണം. ഇന്നു മുതൽ മൃഗങ്ങളുടെ സകല കടിഞ്ഞൂലുകളോ മനുഷ്യൻ്റെ സകല കടിഞ്ഞൂലുകളോ അത് എനിക്കുള്ളതായിരിക്കണം. ദൈവത്തിൻ്റെ വകയായിട്ട് ആ കടിഞ്ഞൂൽ മാറ്റപ്പെടുകയാണ്. എന്താ കടിഞ്ഞൂലിനെ മാറ്റുവാൻ കാരണം? നിങ്ങൾക്കറിയാം എന്താ കടിഞ്ഞൂലിൻ്റെ പ്രത്യേകത? അതാണ് വീര്യത്തിൻ്റെ ആദ്യ ഫലം, ദ ഫസ്റ്റ് ഫ്രൂട്ട്. അതാണ് ആ ബലത്തിൻ്റെതായിരിക്കുന്ന ബലം വെളിപ്പെടുത്തുന്നത്. അതിൻ്റെതായിരിക്കുന്ന പൂർണ്ണ ബലമാണ് അവിടെ വെളിപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ദൈവം ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. കടിഞ്ഞൂല് ദൈവത്തിന് വേണ്ടി വേർപെടുത്തുവാൻ ദൈവം കൽപ്പിച്ചപ്പോൾ, ഇതിന് നാളുകൾക്ക് മുമ്പ് ഹാബേൽ ഒരു കാര്യം മനസ്സിലാക്കി. സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടത് എൻ്റെ ആട്ടിൻകൂട്ടത്തിലെ ഏതെങ്കിലും ഒരാടിനെ അല്ല. സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടത് എൻ്റെ ആട്ടിൻകൂട്ടത്തിലോ കടിഞ്ഞൂലിനെയാണ് ദൈവത്തിന് വേണ്ടത്. ദ ഫസ്റ്റ് ആണ് ദൈവത്തിന് വേണ്ടത്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ് ഈ കടിഞ്ഞൂൽ വെളിപ്പെടുത്തുന്നത്? കടിഞ്ഞൂൽ വെളിപ്പെടുത്തുന്നത് ദ ഫസ്റ്റിനെ വെളിപ്പെടുത്തുന്നു. ഒന്നാമത്തത് വെളിപ്പെടുത്തുക. എന്താ ഒന്നാമത്തത്? എൻ്റെ ജീവിതത്തിൽ ഏതാണ് ഒന്നാം സ്ഥാനം? എൻ്റെ ജീവിതത്തിൽ എന്തിനാണ് ഒന്നാം സ്ഥാനം? ആ ഒന്നാം സ്ഥാനമാണ് ദൈവത്തിന് ബലിയായി കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, എവിടെയെല്ലാം ദൈവം ആരോടെല്ലാം എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവരുടെ ഒന്നാം സ്ഥാനമായിരുന്നു. ദ ഫസ്റ്റ്, ഒന്നാമത്തെ അനുഭവം, ഒന്നാമത്തേതായിരിക്കുന്ന അവരുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട അതാണ് ദൈവം യാഗമായി കൊടുക്കുവാൻ ആഗ്രഹിച്ചത്. ശ്രദ്ധിക്കുക, ഇവിടെ ഹാബേൽ ഒരു കാര്യം മനസ്സിലാക്കി. എൻ്റെ ദൈവത്തിന് ഞാൻ വഴിപാട് അർപ്പിക്കുവാൻ കടന്നു പോകുമ്പോൾ സാധാരണപ്പെട്ട ഒരു മൃഗത്തെ അല്ല ഞാൻ കൊണ്ടുപോകുന്നത്, ഒരു കടിഞ്ഞൂലിനെ ഞാൻ കൊണ്ടുപോകണം എന്നുള്ളത് ഹാബേൽ മനസ്സിലാക്കി. ശ്രദ്ധിക്കുക, എന്തുകൊണ്ട് ഹാബേലെ നീ ഇത് മനസ്സിലാക്കി? ദൈവത്തിൻ്റെ ദാസനിപ്പാര പറയുന്നു, ഹാബേൽ യാഗം കഴിക്കുവാൻ പോയപ്പോൾ വിശ്വാസത്തോടുകൂടിയാണ് പോയത്. ഞാൻ ഓർപ്പിക്കട്ടെ, വിശ്വാസത്തോടുകൂടെ കടന്നു പോകുന്നുവെങ്കിൽ, ആരാധന കടന്നു പോകുന്നുവെങ്കിൽ, അവരുടെ ജീവിതത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് കൊടുത്തേച്ച് പോരാനല്ല. അവരുടെ ജീവിതത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്, അവരുടെ ജീവിതത്തിൽ ഏറ്റവും വാല്യുബിൾ ആയിരിക്കുന്നത് ദൈവത്തിന് കൊടുക്കുവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, ആരാധന കടന്നു വരുമ്പോൾ ദൈവത്തിന് വേണ്ടത് എൻ്റെ രണ്ടാമത്തെ ഭാഗമല്ല. ദൈവത്തിന് വേണ്ടത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒന്നാമത്, എനിക്ക് ഏറ്റവും പ്രിയമായിരിക്കുന്നത്, അതാണ് ദൈവത്തിന് വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഹാബേൽ അത് മനസ്സിലാക്കി. ദൈവത്തിന് വേണ്ടത് തൻ്റെ കടിഞ്ഞൂൽ കൂറ്റനിൽ നിന്ന് ഒന്നാണെന്ന് ഹാബേൽ മനസ്സിലാക്കി. രണ്ട്, എന്ത് മനസ്സിലാക്കി? വായിച്ചോട്ട്, അതേ വാക്യം താഴോട്ടൊന്ന് വായിച്ചോട്ട്. ശ്രദ്ധിക്കുക, അവയുടെ മേധസ്സിൽ തന്നെ. അപ്പോൾ ഹാബേൽ ദൈവത്തിന് മുമ്പാകെ വഴിപാട് കൊടുക്കുവാൻ കടന്നു പോയപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, രണ്ടുപേരും യാഗം കഴിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രത്യേകത. ഇവിടെ ഹാബേലിനെ കുറിച്ച് ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുമ്പോൾ ഇപ്രകാരം പറയുകയാണ്, അവൻ കടിഞ്ഞൂലിൻ്റെ കൂറ്റിൽ നിന്ന് മാത്രമല്ല, അവയുടെ മേധസ്സിൽ നിന്നത്, ഫാറ്റ്. ആ മേധസ്സിൽ നിന്നാണ് ദൈവത്തിന് യാഗം കൊടുത്തത്. എന്താണ് മേധസ് വെളിപ്പെടുത്തുന്നത്? വായിച്ചാട്ട് ഒരു വാക്യം, ലേവ്യ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, ലെവിറ്റിക്കസ് ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 16. ലേവ്യ പുസ്തകം 3:16. പുരോഹിതൻ അത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. അത് സൗരഭ്യവാസനയായ ദഹന യാഗഭോജനം. മേധസ്സൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു. മേധസ്സും രക്തവും തിന്നരുത്. ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ തിരുവചനം നാളുകൾക്ക് ശേഷമായിട്ട് ദൈവം ഇസ്രായേൽ മക്കൾക്ക് മോശ മുഖാന്തരമായിട്ട് ഉടമ്പടി കൊടുക്കുമ്പോൾ ദൈവം പറയുന്ന ഒരു വേർഡാണ്, ഒരു മൃഗത്തിൻ്റെതായിരിക്കുന്ന മേധസ് യഹോവയ്ക്കുള്ളതാണ്. ഫാറ്റ് ബിലോങ്സ് ടു ഗാഡ്. അത് ദൈവത്തിന് കൊടുക്കേണ്ടതാണ്. എന്താണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് ഒരു വഴിപാട് ഹാബേൽ അർപ്പിക്കുവാൻ കടന്നു പോയപ്പോൾ, ദൈവത്തിന് ഒരു വഴിപാട് ചെയ്തപ്പോൾ, ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു പോയപ്പോൾ ഹാബേൽ തൻ്റെ ജീവിതത്തിൻ്റെ ദ ഫസ്റ്റ് മാത്രമല്ല, ദ ബെസ്റ്റ് കൊടുക്കുവാനായിട്ടിടയായിത്തീർന്നു.
ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും വാല്യുബിൾ ആയിരിക്കുന്നത്, ഏറ്റവും വിശിഷ്ടമായിരിക്കുന്നത് ഹാബേൽ ദൈവത്തിന് മുമ്പാ കൊടുത്തു. എവിടുന്നാണ് കൊടുത്തത്? എന്തുകൊണ്ടാണ് കൊടുത്തത്? നിങ്ങൾക്കറിയാം, ഒരു പക്ഷെങ്കിൽ തനിക്കിതെല്ലാം അറിയാവുന്ന വിഷയമാണോ? ഒരു പക്ഷേ അറിയാമായിരിക്കാം. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, ഇത് ചെയ്യുവാൻ ഇടിയായിത്തീർന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഹാബേലിലൊരു വിശ്വാസമുണ്ടായിരുന്നു. ദൈവത്തെ ആരാധിക്കുവാൻ കടന്നുപോയപ്പോൾ ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഹാബേൽ കടന്നുപോയത്. ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു ചെന്നപ്പോൾ തൻ്റെ ഉള്ളിൽ വിശ്വാസമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പക്കൽ ചില പ്രാപിക്കുവാനുള്ള ആഗ്രഹം, തൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹം നിങ്ങൾക്കറിയാം. സ്വർഗത്തിലെ ദൈവം തന്നോട് കൽപ്പിക്കണം, താൻ നീതിമാനെന്ന് ദൈവം കൽപ്പിക്കണം. ആ ഒരു വാഞ്ചയോടുകൂടെ കടന്നുപോയപ്പോൾ ഇത് ഹാബേൽ ചെയ്തത് തൻ്റെ ജീവിതത്തിൽ, തൻ്റെ കൂട്ടത്തിൽ ദൈവം തനിക്ക് തന്നിരിക്കുന്ന നന്മയിൽ നിന്ന് ദ ഫസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് ഹാബേൽ ദൈവത്തിന് കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. ഒന്ന് മനസ്സിലാക്കണമേ, വിശ്വാസത്തോടുകൂടിയുള്ള ഒരാരാധന നടക്കുമ്പോൾ അവിടെ മാത്രമേ എനിക്കും നിങ്ങൾക്കും ദ ഫസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് ദൈവത്തിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലായെങ്കിൽ ഒരിക്കലും നമുക്കത് ചെയ്യുവാൻ സാധ്യമല്ല. അതിൻ്റെതായിരിക്കുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കൊടുക്കുവാൻ സാധ്യമല്ല. മറ്റതിന് ഒരു ജീവൻ കാണുകയില്ല. എന്നാൽ വിശ്വാസത്തോടുകൂടെ ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു വന്നിരിക്കുമ്പോൾ, വിശ്വാസത്തോടുകൂടെ ദൈവത്തോടുകൂടെ ആയിരിക്കുമ്പോൾ, ആ പത്തിമാർക്ക് ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കുവാൻ കടന്നു വന്നിരിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ കൊടുപ്പിന് ചില മാറ്റങ്ങളെ കാണുവാൻ സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, കയ്യീൻ കൊടുത്തതോ അളിഞ്ഞതൊന്നുമല്ല കയ്യീൻ കൊടുത്തതോ. പക്ഷെങ്കിൽ കയ്യീൻ കൊടുത്തത് ഒരുപക്ഷെ വിലപ്പെട്ടതായിരിക്കാം. സ്വർഗത്തിലെ ദൈവത്തിന് നോക്കുമ്പോൾ അതിനൊരു വിലയും കാണുവാൻ സാധിച്ചിട്ടില്ല. എന്താ കാണുവാൻ സാധിക്കാഞ്ഞത്? എന്താ ഹാബേലെ നിനക്ക് മനസ്സിലാക്കിയത്? വിശ്വാസത്തിൻ്റെ പ്രവർത്തനമാണോ നമ്മൾ കൂടെ വന്നത്? നമ്മൾ മനസ്സിലാക്കണമേ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ കൂടെ വെളിപ്പെടുന്നതായിരിക്കുന്ന സമയത്ത് നാം പോലും അറിയാത്ത പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടെ നിറവേറ്റപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവർ രണ്ടുപേരെയും യാഗം കഴിക്കുവാൻ പോയി. രണ്ട് വ്യത്യസ്തമായിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് കടന്നു ചെന്നു. ആ കൊണ്ട് ചെന്നതിൽ തന്നെ ഒരു വ്യത്യാസം ഹാബേലിൻ്റെ കണ്ടു. എന്നാൽ മനസ്സിലാക്കണം, എന്ത് സംഭവിച്ചു? ദൈവം ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. എന്താണ് ദൈവം പ്രസാദിച്ചത്? ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, പ്രസാദിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ എബ്രായലേഖനം 11-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ വായിച്ചാട്ട്. എന്താണ് പ്രസാദം? മനസ്സിലാക്കുക, അവന് സാക്ഷ്യം പ്രാപിച്ചു. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അവൻ നീതിമാനെന്ന് സാക്ഷ്യം പ്രാപിച്ചു. തനിക്കൊരു ഉത്തരം ലഭിക്കുവാനായിട്ടിടയായിത്തീർന്നു. വിശ്വാസത്തോടുകൂടെ ഒരാരാധന കടന്നു ചെന്നപ്പോൾ ആരാധനയിൽ ദൈവത്തിൻ്റെതായിരിക്കുന്ന അനുഗ്രഹം താൻ പ്രാപിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, എങ്ങനെയാണിത് മനസ്സിലാക്കിയത്? നിങ്ങൾക്കറിയാം, ഇവർ രണ്ടുപേരെയും യാഗം കഴിക്കുവാൻ ചെന്നു. യാഗം കഴിക്കുന്ന സമയത്ത് ഒരുവൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചുവെന്നും മറുവൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല എന്നും എങ്ങനെ മനസ്സിലാക്കി? അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഒരുപക്ഷെങ്കിൽ സ്വർഗത്തിലെ ദൈവം തന്നെ സ്വർഗത്തിൽ തീ അയച്ച് ഒരുവൻ്റെ യാഗം പ്രസാദിച്ചതായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധമായിരിക്കാം. എന്നാൽ ഒരു കാര്യം അവിടെ ക്ലിയറാണ്, രണ്ടുപേരും വ്യക്തമായി മനസ്സിലാക്കത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെതായിരിക്കുന്ന പ്രസാദം വരുവാനായിട്ടിടയായിത്തീർന്നു. ദൈവം ഹാബേലിനെ നോക്കിക്കൊണ്ട് നീതിമാൻ എന്ന് വിളിക്കപ്പെടുവാൻ കാരണമായിത്തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ഈ വിശ്വാസത്തോടുകൂടി ഒരു ആരാധന നടക്കുമ്പോൾ ആരാധന കഴിഞ്ഞു വെറുതെ കടന്നു പോരത്തില്ല. ആരാധന കടന്നു പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ആരാധന കടന്നു ചെയ്യുന്നതിൻ്റെ പർപ്പസ്? എന്താണ് നമ്മുടെ ഉദ്ദേശം? എന്താണ് അതിൻ്റെ നിറവേറ്റപ്പെടൽ? എനിക്കും നിങ്ങൾ കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ പക്കൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ, ദൈവത്തിൻ്റെ അടുക്കൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ, വിശ്വാസത്തോടുകൂടി ഞാൻ ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വരുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്താണ് ദൈവത്തിൽ ഞാൻ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നത്? ദൈവം അത് നമുക്ക് നൽകി മാത്രമേ ദൈവം നമ്മെ വിടത്തുള്ളൂ. ഒരു വ്യക്തിയെപ്പോലും ദൈവം കൈവിടത്തില്ല. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പിന്തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും, ചില നാളുകൾ ദൈവത്തോട് ചിലത് യാചിച്ചുകൊണ്ട് ചിലതും ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വന്നിട്ടുണ്ട്. ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം നമുക്ക് നൽകി തന്നത്? ഞാൻ കടന്നു വന്നത് വിശ്വാസത്തോടു കൂടിയാണ്. എൻ്റെ ദൈവം എനിക്ക് നൽകി തരും, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും, എൻ്റെ ദൈവം എന്നെ വിടുവിക്കും. ഈ ഒരു ആഗ്രഹത്തോടുകൂടി ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ വിശ്വാസത്തോടുകൂടി ആരാധന നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഉത്തരമുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, വിശ്വാസത്തോടുകൂടെ ഒരാരാധന നടന്നിട്ടുണ്ടെങ്കിൽ എവിടെയാണ് നടന്നിട്ടുള്ളത്? അവിടെ ദൈവത്തിന് ഉത്തരം അവർ പ്രാപിച്ചിട്ടുണ്ട്. ദൈവം അവരെ ആരെയും ഉത്തരം
ഉത്തരമില്ലാത്തവരായി കൈവിട്ട് കളഞ്ഞിട്ടില്ലേ? വിഷയങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, എന്തെല്ലാം ഭാരങ്ങളായിക്കൊള്ളട്ടെ, ദൈവസന്നിധിയിൽ ആരാധിക്കുവാൻ സമയം ചെലവഴിക്കുമ്പോൾ, ദൈവത്തോടു കൂടി ആരാധിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ കരങ്ങൾ വ്യക്തമായിട്ട് സ്പർശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളിൽ നാം ഭാരപ്പെട്ട് നാം ദൈവസന്നിധാനം ചെലവഴിക്കുമ്പോൾ, ഒരുപക്ഷെ നമ്മൾ വീട്ടിലായിരിക്കാം സമയം ചെലവഴിക്കുന്നത്, എന്നാൽ നാം ഭാരത്തോടു കൂടി ആയിരിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള സന്തോഷം പ്രാപിച്ച് ആത്മാവിലൊരു ആരാധന വെളിപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ മേൽ കടന്നു വന്നുവെന്നുള്ളത് എനിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടെ ആരാധന വെളിപ്പെട്ടുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരങ്ങൾ ഓൺ ദ സ്പോട്ടിൽ ഞാൻ നിങ്ങൾ കാണുവാനിടയായിത്തീരും. നാളുകൾക്ക് മുൻപോട്ട് കടന്നു പോകേണ്ട കാര്യമില്ല. വിശ്വാസത്തോടുകൂടെ കടന്നു ചെന്നു ദൈവസന്നിധാനത്തിൽ വിഷയം വെച്ചു. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ ശക്തനെന്ന് മനസ്സിലാക്കി ആ വിഷയത്തുമായുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വ്യാപരിച്ചു. പഴയ നിയമത്തിൽ തീയ ആ യാഗപീഠത്തിൽ ഇറങ്ങുന്നതിൻ്റെ തെളിവാണോ ഇന്ന് പുതിയ നിയമത്തിൽ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിന്മേൽ ദൈവത്തിൻ്റെ അത്യന്ത ശക്തി പകരുന്നത്? ശ്രദ്ധിക്കുക, വിഷയങ്ങളുമായി ദൈവസ്ഥാനം ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയാൽ ഞാൻ നിങ്ങൾ നിറയപ്പെടുന്നുവെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, സ്വർഗ്ഗത്തിലെ ദൈവം എനിക്കും നിങ്ങൾക്കും അതിന്മേൽ ഉത്തരം തന്നെ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവം ഉത്തരം തരികയാണോ? ഹാബേലിന്റെ യാഗത്തിൽ ദൈവം ഉത്തരം കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവൻ നീതിമാൻ എന്ന സാക്ഷ്യം ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. നെക്സ്റ്റ് വേർഡ് 11:4 വീണ്ടും ഒരിക്കൽ കൂടെ. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. അതാണ് നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ചത്. നെക്സ്റ്റ്, മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വളരെ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചു. ഇവിടെ വിശ്വാസത്തോടുകൂടി ആരാധന കഴിഞ്ഞിട്ട് വിശ്വാസത്തോടുകൂടി ആരാധന ചെയ്ത വ്യക്തിക്ക് കിട്ടിയ അനുഭവം എന്ന് പറയുന്നത് മരണം. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞ വേർഡ്. ഹാബേൽ വിശ്വാസത്തോടുകൂടെ ദൈവത്തിന് യാഗം കഴിച്ചു. ദൈവത്തിൻ്റെ പ്രസാദം ഹാബേൽ പ്രാപിച്ചു. പക്ഷേ അതിൻ്റെ അനന്തരഫലം പ്രാപിച്ചത് ഒരു മരണമാണ്. ഹാബേലിനെ ഒരു മരണത്തിലേക്കാണ് നയിച്ചത്. ഒരുപക്ഷെ ചോദിക്കുമായിരിക്കാം, ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിച്ചിട്ട് ഹാബേലേ, നിന്റെ ജീവിതം ഇത്രമാത്രം പരിതാപകരമായി പോയോ? സത്യമാണ് ഞാൻ പറഞ്ഞ വേർഡ്. കഴിച്ചത് അനുഗ്രഹിക്കപ്പെട്ട ആരാധനയാണ്, വിശ്വാസത്തോടുകൂടി ആരാധനയാണ് കഴിച്ചത്. പക്ഷേ അതിൻ്റെ എൻഡ് റിസൾട്ട് വരുമ്പോൾ ദൈവത്തിൻ്റെ പ്രസാദം പ്രാപിച്ചുവെന്നുള്ള സത്യമാണ്. പക്ഷേ അതിൻ്റെ എൻഡ് റിസൾട്ട് വരുമ്പോൾ ഇവിടെ ഹാബേൽ കൊല്ലപ്പെടുക. ഒന്ന് നോക്കിയേ, മനോഹരമായിരിക്കുന്ന ഒരു ആരാധന കഴിഞ്ഞിട്ട് ഈ ഒരു പതറ്റിക് സിറ്റുവേഷനിലേക്ക് മൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കൽ പോലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യുവാൻ സാധ്യമല്ല. നമ്മൾ ഒരിക്കലും അത് ഏറ്റെടുക്കത്തില്ല. ഇങ്ങനൊന്ന് സംഭവിക്കാൻ പറ്റത്തില്ലെന്നേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. ഇങ്ങനൊരു സ്ഥാനം, ഇങ്ങനൊരു സാഹചര്യം ഒരിക്കൽ പോലും ഏറ്റെടുക്കുവാൻ സാധ്യമല്ല. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, വിശ്വാസത്തിൻ്റെ പ്രവർത്തനം വെളിപ്പെട്ടതിന് ശേഷം ഹാബേൽ കൊല്ലപ്പെടുവാനിടയായി. വാസ്തവത്തിൽ ഹാബേലിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് ഇത് വളരെ അനുഗ്രഹമാണ്. എന്താണെന്നറിയാമോ? ദൈവം നീതിമാൻ എന്ന് സാക്ഷിച്ചതിന് ശേഷം ഈവൻ കൊല്ലപ്പെടുവാൻ ഇടയായിത്തീർന്നത് ഒരു വലിയ ഭാഗ്യമാണ്. കാരണം ദൈവമാണ് നീതിമാൻ എന്ന് സാക്ഷിച്ചത്. ദൈവത്തിൻ്റെ സാക്ഷ്യമാണ് ഈ ഹാബേൽ പ്രാപിച്ചത്. നാളുകൾ മുൻപോട്ട് നീങ്ങി ഈ ജീവിതം പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുമായിരുന്നുവെങ്കിൽ അതിനേക്കാൾ എത്രയോ നല്ലതാ ആ സമയം എടുക്കപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, ക്രൂശിൽ കിടന്ന് ഒരു കള്ളന് ലഭിച്ചൊരു ഭാഗ്യം തന്നെ ഇല്ലേ? ആ ക്രൂശിൽ കിടക്കുന്ന സ്ഥാനത്ത് താൻ മരിക്കുവാൻ പോവുകയാണ്. പക്ഷേ മരിക്കുന്നതിന് തൊട്ട് മുൻപ് ഈ കള്ളൻ ഒരു വേർഡ് പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. കർത്താവായ യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ എന്ന് പറഞ്ഞാൽ ഇന്ന് നീ മരിക്കും, നിൻ്റെ ആത്മാവ് പർദീസിൽ എന്നോടുകൂടെ ഉണ്ടാകും. എത്ര ഈ ഒരൊറ്റ വേർഡാണ് ആ കള്ളൻ പർദീസയിൽ പോകുവാൻ കാരണമായി തീർന്നത്. ഒരു സിംഗിൾ വേർഡ്. അതിനുശേഷം പെട്ടെന്ന് മരിച്ചത് വലിയ അനുഗ്രഹമായി. പക്ഷെങ്കിൽ ദൈവം
ദൈവത്തിൻ്റെ ഹിതം അതാകത്തില്ല. എല്ലാവരെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ച് അടുത്ത ആഴ്ച നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ദൈവം ഓരോരുത്തരെക്കുറിച്ച് ദൈവം ചിന്തിക്കുന്ന വിവിധ രീതികളിലാണ്. അതുകൊണ്ട് എല്ലാവരെക്കുറിച്ച് ഒരുപോലെ ആകണമെന്നില്ല. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു? വിശ്വാസത്തിൻ്റെ ആരാധന കഴിഞ്ഞിട്ട് ഒരു പരിതാപകരമായ മരണത്തിലേക്ക് കടന്നുപോയി. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് ഞാനും നിങ്ങളും പറഞ്ഞു, അന്ന് കണ്ടവർ പറഞ്ഞു ഇതൊരു പരിതാപകരമായിരിക്കുന്നൊരു അന്ത്യമായിരുന്നല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്ക് ശേഷമുള്ള ഏറ്റവും ഹീനമായിരിക്കുന്നൊരവസ്ഥ. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ അത് ഒരവസാനമായിരുന്നില്ല, അതൊരു തുടക്കമായിരുന്നു. എന്താ അതിൻ്റെ തുടക്കമെന്ന് ഞാൻ പറയുവാൻ കാരണം, അവിടെ തിരുവചനപ്രകാരം പറയുന്നു, ഹാബേല് ദൈവം സാക്ഷ്യം പറഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്തു? ലാസ്റ്റ് പോർഷൻ 11 ലാസ്റ്റ് 4 വാക്യത്തിൽ ലാസ്റ്റ് പോർഷൻ, അവൻ മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ എന്താ ഇവിടുത്തെ വിഷയം? ഈവൻ ദോ ഹാബേൽ മരിച്ചു പോയെങ്കിലും ആ മരണത്തോടുകൂടെ ഹാബേലിൻ്റെ ജീവിതം അവസാനിച്ചില്ല. പിന്നെ എന്താ? ഇന്നും അത് തുടങ്ങുക, ഇന്നും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കൊണ്ട് കുഴിച്ചു മൂടുന്ന ഒരു അനുഭവമല്ല ഹാബേലിൻ്റെത്. ഈവൻ ഹാബേൽ കുഴിച്ചു മൂടപ്പെടുവാൻ ഇടയായിത്തീർന്നു. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയ ഏത് വ്യക്തിയുമായിക്കൊള്ളട്ടെ, ഈ ലോകത്തിൽ വേദപുസ്തകത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകൾ വിശ്വാസത്തിന് വേണ്ടി നിന്ന് ജീവിച്ച് മരിച്ചവരായിരിക്കാം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇന്നും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവരെല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടവരായിരിക്കാം. അതിൻ്റെ അർത്ഥം അവർ ഇന്നില്ലെന്നുള്ളതല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അവരുടെ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് ഇന്നും സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹാബേൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുക. എന്തുവാ ഹാബേൽ സംസാരിക്കുന്നത്? ഇന്നും ലോകത്തിന് ഹാബേൽ ഒരു കാര്യം വിളിച്ചറിയിക്കുകയാണ്, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ, ദൈവത്തിൻ്റെ പക്കൽ നീതിമാനെന്ന സാക്ഷ്യം ലഭിക്കണമെങ്കിൽ ഒരു യാഗത്തിൽ കൂടെ മാത്രമേ സാധ്യമാകത്തുള്ളൂ. ഇന്നും ഹാബേൽ അത് സംസാരിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ അടുക്കലേക്ക് എങ്ങനെ കടന്നു ചെല്ലണം, ആരാധനയ്ക്ക് എങ്ങനെ ദൈവത്തിന് മുമ്പാകെ നിൽക്കണം, ഹാബേൽ ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് ഞാനും നിങ്ങളും അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് താമസിക്കുന്നിടത്തോളം കാലം ഇത് ഹാബേൽ സംസാര വിഷയമായി തീരുക. എന്താ അതിന് കാരണമായിരിക്കുന്നത്? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കണമേ. ഒരു പക്ഷേ നമ്മൾ പറയുമായിരിക്കാം ഒരു പരിതാപകരമായിരിക്കുന്ന അന്ത്യമായിരിക്കാം സംഭവിക്കുന്നതെന്നോ. എന്നാൽ ഒന്ന് നോക്കണമേ, ആ പരിതാപകരമായ അന്ത്യമെന്നോ ലോകം സാക്ഷ്യം പറയുമ്പോഴും അവരുടെ ജീവിതത്തിലും പിൻതലമുറ അവരെ നോക്കേണ്ട ഒരു കാര്യം പറയുവാനുണ്ട്. കഴിഞ്ഞ നാളുകൾ അവർ ചെയ്ത വിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർക്ക് മറ്റുള്ളവർക്ക് പറയുവാനുണ്ട്. കഴിഞ്ഞ നാളുകൾ നടത്തിയതായിരിക്കും വിധങ്ങൾ, വിശ്വാസ സ്റ്റെപ്പ് വെച്ചത് നമുക്കറിയാം. എത്രയോ ഉദാഹരണങ്ങൾ, എത്രയോ അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നതായിരിക്കും ദൈവദാസന്മാർ ഇന്നും അവർ സംസാരിച്ചു കൊണ്ടേയിരിക്കുക. നമ്മൾ മനസ്സിലാക്കണമേ, ഈ ലോകത്തിൽ നിന്ന് നാം മാറ്റപ്പെടുന്നതിന് മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് വെച്ചേച്ച് പോകാൻ പറ്റിയാൽ അതിനേക്കാൾ വലിയ ഭാഗ്യം വേറെ ഒന്നുമില്ല. വേറെ എന്തെല്ലാം നമ്മൾ ചെയ്താലും, ഏതെല്ലാം നമുക്ക് ഉണ്ടെങ്കിലും, എന്തെല്ലാം നമുക്ക് അവകാശപ്പെടുവാൻ സാധിക്കുമെങ്കിലും ഇതെല്ലാം ഈ ലോകത്തോടുകൂടെ കഴിയും. എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെതാർക്ക് ചില പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുവാൻ സാധിക്കുമെങ്കിൽ, അവരുടെ ജീവിതത്തിൻ്റെ ചില പ്രവർത്തനങ്ങളെ വെളിപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവർ ഒരിക്കലും മരിക്കുകയല്ല, അവരിന്നും സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുക. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ അതിനകത്ത് എന്ത് നടന്നുകൊള്ളട്ടെ, ആ നടപ്പ് കാണുമ്പോഴും അതിനകത്തൊരു പ്രത്യേകതയെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവിൻ്റെ വിശുദ്ധ മുഖത്തേക്ക് നമ്മുടെ കണ്ണുകൾ തിരിച്ചാട്ടെ. ഹല്ലേലൂയ.